ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹക്കൂട്ട പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പല്ലവിയും സേതുവും സൈക്കിളൊക്കെ ചവിട്ടി ആ ഒരു വീട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ ഗേറ്റും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ വീടിന്റെ ആ ഒരു ഗേറ്റൊക്കെ മതിൽ ചാടി ഇവർ ഉള്ളിൽ കടക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ദ്രന്റെ വീട്ടിൽ ഇന്ദ്രനും അനിയനും തമ്മിൽ ഭയങ്കര ദേഷ്യവും കോലാഹലമൊക്കെ കാണിക്കുന്നുണ്ട്. അനിയൻ പറയുന്നുണ്ടല്ലോ ചേട്ടന് ഭ്രാന്താണെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ ഭയങ്കര അടിയും പിടിയൊക്കെ ആവുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഋതു പല്ലവിയോട് ഭയങ്കര എതിർത്തൊക്കെ പറയുമ്പോൾ നമ്മുടെ പല്ലവി സഹിക്കാൻ പറ്റാതെ ഋതുവിന്റെ കാരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ പൂർണിമാമ അവിടെ ഭയങ്കര വേദനയോടെ വീണു പോകുന്നുണ്ട്. പൂർണിമാമയെ എടുത്തുകൊണ്ട് നമ്മുടെ സേതു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ആകെ നമ്മുടെ സേതുവിനും പല്ലവിയുടെയും ആകെ ഒരു താങ്ങായിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പൂർണിമാമ മാത്രമാണ്. ആ പൂർണിമാമയാണ് ഇപ്പോൾ ജീവന് വേണ്ടി മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഭയങ്കര കഥാഗതി മാറിയൊരുങ്ങുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇനി വരാൻ പോകുന്നത്. നമ്മുടെ പൂർണിമാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തീർന്നു. നമ്മുടെ സേതുവും പല്ലവിയും വീണ്ടും വഴിയാധാരമാവും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാട്ടോ നമ്മുടെ പൂർണിമാമ തിരികെ ജീവിതത്തിലേക്ക് വരുമോ. നമ്മുടെ പൂർണിമാമയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ സേതു ആകപ്പാടെ തളർന്ന് തരിപ്പണമായി പോകും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.